അങ്ങനെ സമസ്ത പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇപ്പം ഇവിടെ ഞെട്ടാനൊന്നുമില്ല, ഞങ്ങളെ ഇല്ലാറിനില്ല. അതിനുള്ള മറുപടി ആ പ്രമേയം പാളി എന്നുള്ളതാണ്. സമസ്തക്ക് പിഴവ് പറ്റൂല എന്ന് സമസ്തൻ്റെ പണ്ഡിതന്മാർക്ക് വരെ അഭിപ്രായമല്ല. അത് തിരുത്തി സമൂഹത്തെ ബോധം കൊടുത്തവരാണ്, വലിയ ഹിമ്മത്ത് കാണിച്ചവരാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. അതാണ് ആൺകുട്ടി. കൊണ്ടോട്ടി തങ്ങൾ അക്താബിയങ്ങൾപ്പെട്ടവരാണ്. ബഹുമാനിക്കണം, ആദരിക്കണം, ശ്രദ്ധിക്കണം എന്ന വലിയ രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. നൗഷാദ് എന്ന് പറയുന്ന ഒരു പണ്ഡിത വേഷധാരിയും അവരുടെ ടീമംഗങ്ങളും നാടൊട്ടാകെ നിരന്തരമായിട്ട് ആദർശ സമ്മേളനം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കളെ തെറി പറഞ്ഞുകൊണ്ടും അവരുടെ മേൽ വലിയ കളവുകൾ ആരോപിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ നൗഷാദിൻ്റെ കള്ളത്തരങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. എന്നോട് പല ആളുകളും പറഞ്ഞിരുന്നു നൗഷാദിനെതിരെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി. എന്നാൽ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, പല ഭ്രാന്തന്മാരും റോഡിലൂടെ പലതും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടാവും. അങ്ങാടിയിലൂടെയൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഭ്രാന്തന്മാരൊക്കെ നമ്മൾ പല അങ്ങാടികളിലും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആരും അവർക്ക് മറുപടി പറയാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ പോവാറില്ല. എ പി സമസ്തയിൽ നിന്ന് ആദ്യം ഇവരെ പുറത്താക്കിയപ്പോൾ ഇവർ ആദ്യം ചെയ്ത പണി എന്തായിരുന്നു? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു ശ്രമം നല്ലോണം ഇവർ നടത്തിയിട്ടുണ്ട്. ഇവരുടെ ആദ്യകാല പ്രസംഗങ്ങൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനെയും എ പി ഉസ്താദിനെയൊക്കെ വലിയ ആദരവോടെയും ബഹുമാനത്തോടെയും മാത്രമേ ഇവർ സംസാരിച്ചിരുന്നുള്ളൂ. അവർക്കെതിരെ ഇവർ ഒരു വിമർശനം പോലും നടത്തിയിരുന്നില്ല. പേരോട് ഉസ്താദിനെതിരെയും പൊന്മള ഉസ്താദിനെതിരെയും മാത്രമാണ് ഇവർ ആരോപണങ്ങൾ നടത്തിയിരുന്നത്. എ പി സമസ്തയിൽ ഒരു ഭിന്നതയുണ്ടാക്കാനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ എ പി വിഭാഗം സമസ്ത ഒറ്റക്കെട്ടായി നിൽക്കുകയും ഈ നൗഷാദിനെതിരെ ശക്തമായിട്ട് നിലപാടെടുക്കുകയും ചെയ്തപ്പോൾ ഇനി അത്തരത്തിലുള്ളൊരു നിലപാടുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ എ പി വിഭാഗത്തിലെ മുഴുവൻ പണ്ഡിതന്മാർക്കെതിരെയും തിരിയുന്ന ഒരവസ്ഥ പിന്നീട് നമ്മൾ കണ്ടു. അങ്ങനെയാണ് കാന്തപുരം ഉസ്താദിനെതിരെയും സുലൈമാൻ ഉസ്താദിനെതിരെയും ഈ എ പി സമസ്തയിലെ ഉയർന്ന പണ്ഡിതന്മാർക്കെതിരെയും നിരന്തരം ആരോപണങ്ങളും കളവുകളും പറഞ്ഞുകൊണ്ടേയിരുന്നു എല്ലാ വേദികളിലും വെച്ച്. ഇപ്പോൾ അടുത്ത കാലത്തെ പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ നമുക്കറിയാം, എ പി ഉസ്താദിനെ ശക്തമായിട്ട് വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. നിമിഷപ്രിയ വിഷയത്തിലും എന്ത് സംഭവം ഉണ്ടെങ്കിലും എ പി ഉസ്താദിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച പറ്റുന്നുണ്ടോ എന്ന് വീക്ഷിച്ച് നടക്കുകയാണ്. അതല്ലെങ്കിൽ എ പി വിഭാഗം പണ്ഡിതന്മാരിൽ നിന്നും എന്തെങ്കിലും വീഴ്ച പറ്റുന്നുണ്ടോ എന്ന്, എന്തെങ്കിലും പോരായ്മകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നിരന്തരമായിട്ട് വീക്ഷിച്ച് നടക്കുകയാണ്. ഒരു നൗഷാദ് മൗലവിയുണ്ട്, ഒരു അൻവരിയുണ്ട്, ഒരു തൊഴിയൂർ കുഞ്ഞഹമ്മദ് മൗലവിയുണ്ട്. ഈ മൂന്നാളുകൾ മാത്രമാണ് എല്ലാ വേദികളിലും പ്രസംഗിക്കുന്നത്. വേറെ ഒരു പ്രഭാഷകർ ഇവർക്കില്ല. അപ്പം ഞാനിങ്ങനെ നൗഷാദിനെതിരെ വീഡിയോ ചെയ്യാൻ കാരണം, കഴിഞ്ഞ ദിവസം ഈ അൻവരി മൗലവിയുടെ ഒരു പ്രസംഗം കേൾക്കാൻ ഇടയായി. അപ്പോൾ അതിൽ സമസ്തയുടെ സ്ഥാപക നേതാക്കൾക്കെതിരെയാണ് ഇയാൾ ശക്തമായിട്ട് വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ സ്ഥാപക നേതാക്കളായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അഹമ്മദ് കോയ ഷാലിയാത്തി, അതുപോലെ തന്നെ പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, സ്വതക്കത്തുള്ള മുസ്ലിയാർ, അങ്ങനെ തുടങ്ങിയ സമസ്തയുടെ സ്ഥാപക നേതാക്കൾക്കെതിരെയും സമസ്തയുടെ ആദ്യകാല മുഷാവറ തീരുമാനത്തിനെതിരെയുമാണ് ഇപ്പോൾ ഇവർ ആരോപണം ഉന്നയിക്കുന്നതും വിമർശിച്ചു കൊണ്ടിരിക്കുന്നതും. അപ്പോൾ നിങ്ങൾ നോക്കൂ അവരുടെ ഒരു കടന്നു വരുന്ന വഴി. ആദ്യം എ പി സമസ്ത പുറത്താക്കിയപ്പോൾ പൊന്മള ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും തെറ്റിക്കാൻ വേണ്ടി നോക്കി. അങ്ങനെ സമസ്തയിലൊരു ഭിന്നത ഉണ്ടാക്കാനും രണ്ട് വിഭാഗമാക്കാനും ശ്രമം നടത്തി. അത് വിജയിച്ചില്ല എന്ന് കണ്ടപ്പോൾ എ പി വിഭാഗത്തിലെ എല്ലാ പണ്ഡിതന്മാരെയും വിമർശിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെയും സുലൈമാൻ ഉസ്താദിനെയും അടക്കം വിമർശിക്കാൻ തുടങ്ങി. അങ്ങനെ അതിനും വലിയ ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സമസ്തയെ മൊത്തത്തിൽ വിമർശിക്കാൻ തുടങ്ങി. ഈ നൗഷാദിനെയും കൂട്ടരെയും വിശ്വസിക്കുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ നൗഷാദിനെ പിന്തുണക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഈ നൗഷാദും കൂട്ടരും ഒരിക്കലും ഒരു സുന്നി എന്ന് പറയാൻ സാധിക്കില്ല. എ പി വിഭാഗത്തെ മാത്രമല്ല വിമർശിക്കുന്നത്, ഇ കെ വിഭാഗം പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ സമസ്തയുടെ സ്ഥാപക ആലിമീങ്ങളെ അടക്കം വിമർശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇവരുടെ പോക്ക് എങ്ങോട്ടായിരിക്കുമെന്ന് ബുദ്ധിയുള്ള ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് ഇവരെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. വളരെ ജാഗ്രതയോടെ മാത്രമേ ഇവരെ പിന്നാലെ കൂടാവൂ എന്നാണ് ഇവരുടെ പിന്നിൽ കൂടിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ചില തെളിവുകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഈ നൗഷാദിൻ്റെ ടീമിൽപ്പെട്ട അൻവരി മൗലവി പ്രസംഗിക്കുന്ന ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളൊന്ന് കേട്ടു നോക്കും. അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. സമസ്തയുടെ 4ാം വാർഷിക സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി ചോറ്റൂര്, കൊരൂര്, കൊണ്ടോട്ടി, അങ്ങനെ പല കൂട്ടരും എന്നെ കൂട്ടത്തിൽ കൊണ്ടോട്ടി.
അവർ സുന്നികളല്ല എന്നുള്ളതാണ് ആ പ്രമേയം. അങ്ങനെ സമസ്ത പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതായത് സമസ്തയുടെ 4ാം സമ്മേളനത്തിൽ മണ്ണാർക്കാട് വെച്ച് നടന്ന 4ാം സമ്മേളനത്തിൽ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. അത് ഖാദിയാനികൾക്കെതിരെയും ബിദ്അത്തുകൾക്കെതിരെയും അതേപോലെ തന്നെ കൊണ്ടോട്ടി ത്വരീഖത്തിനെതിരെയും ഒക്കെ പ്രമേയം പാസ്സാക്കിയിരുന്നു. കൊണ്ടോട്ടി ത്വരീഖത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊണ്ടോട്ടി നേർച്ച നടത്തുന്നുണ്ടല്ലോ, അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഷെയ്ഖിന്റെ ത്വരീഖത്താണ് കൊണ്ടോട്ടി ത്വരീഖത്ത്. കൊണ്ടോട്ടി കൈക്കാർ എന്നായിരുന്നു ആദ്യകാലത്ത് പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു ത്വരീഖത്തിനെതിരെ സമസ്ത പ്രമേയം പാസ്സാക്കിയിരുന്നു. അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തല്ല, അവരെ പിന്തുടരരുത് എന്ന് സമസ്ത 4ാം സമ്മേളനത്തിൽ പ്രമേയം പാസ്സാക്കിയിരുന്നു. ഒരുപാട് വലിയ മഹാന്മാർ ചേർന്നെടുത്ത തീരുമാനമാണ്. ആ പ്രമേയത്തിനെതിരെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി കേൾക്കാം. അങ്ങനെ സമസ്ത പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇപ്പം ഇവിടെ ഞെട്ടാനൊന്നുമില്ല, ഞങ്ങളെ ഇല്ലാറിനില്ല. അതിനുള്ള മറുപടി ആ പ്രമേയം പാളി എന്നുള്ളതാണ്. അത് പിഴച്ച പ്രമേയമാണ്. സമസ്തക്ക് പിഴവ് പറ്റൂല എന്ന് സമസ്തന്റെ പണ്ഡിതന്മാർക്ക് വരെ അഭിപ്രായമല്ല. സമസ്തക്ക് പിഴവ് പറ്റൂല എന്നുള്ളത് സമസ്തയുടെ പണ്ഡിതന്മാർക്ക് തന്നെ അഭിപ്രായമില്ല എന്നുള്ളത്. ആർക്കാണ് അഭിപ്രായം ഇല്ലാത്തത്? സമസ്തക്ക് ഒരു പിഴവും പറ്റൂല എന്നാണ് സമസ്തയുടെ മുഴുവൻ പണ്ഡിതന്മാരും പറയുന്നത്. കാരണം എന്താ? ഒരു മനുഷ്യന് പിഴവ് പറ്റാം, സാധാരണക്കാർക്കോ അല്ലെങ്കിൽ ഇന്ന പണ്ഡിതന്മാർക്കോ ചിലപ്പോൾ പിഴവ് പറ്റാം. എന്നാൽ സമസ്തക്ക് പിഴവ് പറ്റൂല എന്ന് പറയാൻ കാരണം അവിടെ ഇരിക്കുന്നത് ഏറ്റവും തലമുതിർന്ന 40 പണ്ഡിതന്മാരാണ്. ഒരാൾക്ക് പിഴവ് പറ്റിയാൽ അത് ചൂണ്ടിക്കാണിക്കാനും തിരുത്താനും മറ്റുള്ള പണ്ഡിതന്മാർ അവിടെ ഉണ്ട്. ഈ 40 ആളുകൾക്കും ഒന്നിച്ച് പിഴവ് പറ്റുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഏറ്റവും തലമുതിർന്ന 40 പണ്ഡിതന്മാരെ മുഷാവറയിലേക്ക് എടുക്കുന്നതും ആ മുഷാവറ എടുത്ത തീരുമാനത്തെ ഈ കേരളത്തിലെ ബഹുഭൂരിഭാഗം സുന്നികൾ അംഗീകരിക്കുന്നതും അവരെടുത്ത തീരുമാനം നടപ്പിലാക്കുന്നതും എന്തുകൊണ്ടാണ്? ഇത്രയും തലമുതിർന്ന 40 പണ്ഡിതന്മാർ ചേർന്നെടുത്ത തീരുമാനത്തിന് ഒരു പിഴവ് വരാൻ സാധ്യതയില്ല എന്ന ആ ഉറപ്പ് കൊണ്ടാണ്. അപ്പൊ ആ ഉറപ്പ് തന്നെയാണ് ഇന്നത്തെ മുഴുവൻ സമസ്തയുടെ ആലിമീങ്ങൾക്കുള്ളത്. എന്നിട്ടാണ് ഇയാൾ പറയുന്നത് സമസ്തക്ക് പിഴവ് പറ്റൂല എന്ന് ഇന്നത്തെ ആലിമീങ്ങളൊന്നും പറയൂല എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം. ബാക്കി കേൾക്കാം. സമസ്തക്ക് പിഴവ് പറ്റൂല എന്ന് സമസ്തന്റെ പണ്ഡിതന്മാർക്ക് വരെ അഭിപ്രായമല്ല. അത് പിഴച്ചു എന്നുള്ളത് കൊണ്ട് ആ പിഴവ് തിരുത്തിയവരാണ്, അത് തിരുത്തി സമൂഹത്തെ ബോധം കൊടുത്തവരാണ്, വലിയ ഹിമ്മത്ത് കാണിച്ചവരാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. അതാണ് ആൺകുട്ടി, ചെറിയ ഹിമ്മത്തല്ലത്. അപ്പൊ ഇയാൾ പറയുന്നത് സമസ്തയുടെ 40 ആലിമീങ്ങൾക്ക് തെറ്റുപറ്റി. ഏത് കാലത്താണെന്നറിയോ? 1930 എടുത്ത തീരുമാനമാണ്. 1930 എന്ന് പറയുമ്പോൾ വലിയ പർവ്വത തുല്യരായ ഉലമാക്കളാണ്. ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ വരുത്താതെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന പണ്ഡിതന്മാരാണ്. ഇന്നത്തെ പോലെ സാധാരണ പണ്ഡിതന്മാരെന്ന് പറഞ്ഞുകൂടാ, ഒരുപാട് ഔലിയാക്കളുണ്ട് ആ കൂട്ടത്തിൽ. അത്തരത്തിലുള്ള ആ ഒരു മുഷാവറ എടുത്ത തീരുമാനത്തിന് പിഴവ് പറ്റി. അത് തിരുത്തിയത് ആരാണ്? പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനായിരുന്ന പാണക്കാട്ടെ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആണ് ആരെ തിരുത്തി കൊടുത്തത്? സമസ്തയെ തിരുത്തി കൊടുത്തത് എന്നാണ് ഇയാൾ പറയുന്നത്. ഇവിടുത്തെ സമസ്തക്കാരെ ഹൈദർ അലി തങ്ങൾക്ക് എതിരാക്കി മാറ്റാനുള്ള ശ്രമമാണോ എന്നറിയില്ല. അങ്ങനെ ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്നറിയില്ല. അപ്പൊ അന്നത്തെ 1930 എടുത്ത സമസ്തയുടെ തീരുമാനത്തെ തിരുത്തുന്നത് ആരാണ്? ഹൈദർ അലി തങ്ങളാണ്, ആൺകുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ പറയുന്നത്. കൊണ്ടോട്ടി തങ്ങൾ എന്നുള്ളൊരു പുസ്തകം എഴുതുന്നു ഉമർ മധുവായി. ഇതിന് മുഖവുര എഴുതി കൊടുക്കുന്നു ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ. കൊണ്ടോട്ടി തങ്ങൾ അക്താബിയങ്ങൾപ്പെട്ടവരാണ്, ബഹുമാനിക്കണം, ആദരിക്കണം, ശ്രദ്ധിക്കണം എന്ന വലിയ രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഇന്നും ജീവിച്ചിരിപ്പുള്ള ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് അവർകൾ ഒക്കെ സമസ്തന്റെ ആളുകളല്ലേ. അപ്പൊ വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രമേയം അവിടെ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അതേ സമ്മേളനത്തിൽ വേറെ പ്രമേയം വന്നു, സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കാൻ, ഇത് രണ്ടും ഒരേ സമ്മേളനത്തിൽ വന്ന പ്രമേയമാണ്. അപ്പൊ ചില ആളുകൾ പറഞ്ഞു അങ്ങനെ പ്രമേയമല്ല, അത് ആ സമ്മേളനത്തിൽ വന്ന ചെറിയൊരു ചർച്ചയാണ്. നോക്കൂ ആദ്യം കാണിച്ചു കൊടുക്കാൻ നമുക്ക് ശരിക്ക് കാണാം. അതിൻ്റെ ഒറിജിനലാ അൽബയാൻ സമസ്തന്റെ മുഖപത്രമാണ്. അതിൽ മണ്ണാർക്കാടിലെ 4ാം വാർഷിക സമ്മേളനത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ പ്രമേയം പറയുന്നു. അങ്ങനെ ഒന്ന് വലുതാക്കും. 3ാമത്തെ പ്രമേയം അടിയിൽ സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കൽ ശറഇൽ മക്റൂഹാണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ അവർക്ക് കൈയെഴുത്ത് പഠിപ്പിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. CK മുഹമ്മദ് മൗലവി അവതരിപ്പിച്ചു. AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ പിന്താങ്ങി. സ്ക്രീൻക്ക് നോക്കി താത്തിയോ. അങ്ങനെ ആലിക്കുട്ടി ഉസ്താദും ഹൈദർ അലി തങ്ങളും സമസ്തയുടെ ഈ മുഷാവർ തീരുമാനത്തിനെതിരെ എഴുതിയിട്ടുണ്ടെന്ന് പറയേണ്ടത് അവരെ വിശ്വസിക്കുന്ന ആളുകളാണ്, അവരെ പിന്തുണക്കുന്ന ആളുകളാണ്. അത് അവർ പറയട്ടെ. ഞാൻ ഏതായാലും അവരെ പിന്തുണക്കുന്നില്ല.
ഞാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നയിക്കുന്ന AP സമസ്തയെ പിന്തുണക്കുന്ന ആളാണ്. അവരുടെ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഹൈദരലി തങ്ങളും ആലിക്കുട്ടി ഉസ്താദും ഇങ്ങനെ ഈ സമസ്തയുടെ പ്രമേയത്തിനെതിരെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ പുസ്തകം വായിച്ചാൽ അറിയാം. അവർ പറയട്ടെ, അവർ തീരുമാനിക്കട്ടെ. ഇനി ഇവർ പറയുന്നുണ്ടല്ലോ, ആ സമസ്തയുടെ തീരുമാനത്തെ തിരുത്താൻ ധൈര്യം കാണിച്ച ആൺകുട്ടി എന്ന് ഹൈദരലി തങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇതേ ഹൈദരലി തങ്ങളാണ് മുജാഹിദിന്റെ നേതാവായ AP അബ്ദുൽ ഖാദർ മൗലവി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമായി നിന്നത് ഇതേ ഹൈദരലി തങ്ങളാണ്. അന്നൊരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അത് പക്ഷേ രാഷ്ട്രീയ നേതാവായതുകൊണ്ട് ഹൈദരലി തങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല എന്നൊക്കെ ഉള്ള മറുപടിയാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ ഇവരുടെ നിലപാടെന്താ? മുജാഹിദിനോട് തീരെ ബന്ധം പാടില്ല, എന്നാൽ മുജാഹിദിനോട് ബന്ധമുള്ളവരോട് പോലും ബന്ധം പാടില്ല എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. ഇവരുടെ പല വേദികളിലും അത് നമ്മൾ കേട്ടതാണ്. മുജാഹിദിനോടും ജമാഅത്തിനോടും ബന്ധമുള്ള ആളുകളോട് പോലും ബന്ധം പാടില്ല, അവരാണ് യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്നാണ് ഇവരുടെ നിലപാട്. അത്തരത്തിലുള്ള ഇവരാണ് പറയുന്നത് ഹൈദരലി തങ്ങളാണ് ആൺകുട്ടി, സമസ്തക്ക് തിരുത്തു കൊടുത്ത ആൺകുട്ടി എന്ന്. ഇതേ ഹൈദരലി തങ്ങൾ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമായി നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ബാക്കി കേൾക്കാം. അതാണ് ആണോ AP അഹമ്മദ് കുട്ടി മൗലവി പിന്താങ്ങി. ഇത് മൂന്നാമത്തെ പ്രമേയമാണ്. കറക്റ്റാണ്. ഈ പ്രമേയം നിലനിൽക്കുന്നുണ്ടോ അല്ലേ? ഏത് 1ാം ക്ലാസ്സിലെ കുട്ടി വരെ പറയും നിലനിൽക്കണില്ല. സമസ്തന്റെ പ്രമേയം എന്നില്ലേ? മണ്ണാർക്കാട് സമ്മേളനം നടന്നതല്ലേ? 4ാമത്തെ പ്രമേയമാണ് കൊണ്ടോട്ടി, 3ാമത്തെ പ്രമേയമാണ് കയ്യെഴുത്ത്. ഈ 3ാമത്തെ പ്രമേയവും 4ാമത്തെ പ്രമേയവും രണ്ടും പ്രമേയം ഇന്നവിടെ ഉണ്ട്. പക്ഷെ ആ പ്രമേയം പാളി എന്നത് എല്ലാവർക്കും വ്യക്തമാണ്. അപ്പോൾ പ്രമേയം ഉണ്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് പാളും എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് നേർരേഖയാണ്. സ്ത്രീകളെ കയ്യെഴുത്തിന് പ്രമേയമായതുകൊണ്ട് ഇനി വിശദമായി പറയേണ്ട ആവശ്യമില്ല. സമസ്തന്റെ പ്രമേയ പ്രകാരം എഴുതാൻ പാടില്ല. എഴുതുണ്ടല്ലോ പ്രമേയമുണ്ട്, അപ്പോൾ അതിന് ബേജാറാകാനില്ല. അതുകൊണ്ട് സമസ്തയുടെ പ്രമേയം ഉണ്ടായി എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ആരും എന്താക്കേണ്ടിയില്ല, ബഹളം ഉണ്ടാക്കേണ്ടിയില്ല. അത് 3ാമത്തെ പ്രമേയം കൊണ്ട് 4ാമത്തെ പ്രമേയത്തിന് തീരുമാനമാകും. ആ പ്രമേയം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ശ്രമം എന്താണെന്നറിയോ? അതേ സമ്മേളനത്തിലെ മറ്റൊരു പ്രമേയമുണ്ട്, സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കൽ കറാഹത്താണ് എന്നുള്ളത്. ആ പ്രമേയം തെറ്റാണല്ലോ, ഇന്ന് സ്ത്രീകൾ എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ ആ പ്രമേയം നിലനിൽക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ ഈ കൊണ്ടോട്ടി ത്വരീഖത്തിനെതിരെ സമസ്ത പാസാക്കിയ പ്രമേയവും നിലനിൽക്കുന്നില്ല, അത് അബദ്ധം സംഭവിച്ചതാണ് എന്നാണ് ഇയാൾ പറയുന്നത്. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് എഴുത്ത് പാടില്ല എന്ന പ്രമേയം കൂടി ഇയാൾ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട MA ഉസ്താദിൻ്റെ സമസ്തയുടെ ചരിത്രം എന്ന പുസ്തകം ഞാൻ വായിക്കാം. ഇത് ബഹുമാനപ്പെട്ട MA അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ സമസ്തയുടെ ചരിത്രം എന്ന പുസ്തകം. ഇതിൽ സമസ്തയുടെ ചരിത്രം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ 41ാം പേജ് മുതലാണ് സമസ്തയുടെ 4ാം സമ്മേളനം വിവരിക്കുന്നത്. ഞാൻ വായിക്കാം. സമസ്തയുടെ 4ാം സമ്മേളനം മണ്ണാർക്കാട് വെച്ചാണ് ചേർന്നത്. അൽബയാൻ മാസിക പ്രസിദ്ധീകരിച്ച ശേഷം ആദ്യമായി ചേർന്ന സമ്മേളനം എന്ന നിലയ്ക്ക് പ്രസ്തുത സമ്മേളനത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്നു. അൽബയാൻ മാസിക 1929 ഡിസംബർ ലക്കത്തിൽ ഒരു നിർബന്ധ അറിയിപ്പ് എന്ന തലക്കെട്ടിൽ ഇപ്രകാരം പരസ്യമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ താഴേക്ക് പോന്നാൽ ബഹുമാനപ്പെട്ട വെള്ളയങ്കര മുഹമ്മദ് മുസ്ലിയാർ അവറുകളായിരുന്നു ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. അതിപ്രധാനങ്ങളായ പല തീരുമാനങ്ങളും പ്രസ്തുത സമ്മേളനം അംഗീകരിക്കുകയുണ്ടായി. 8 പ്രമേയങ്ങൾ പാസാക്കിയതായി മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പത്രാധിപരായിരുന്ന അൽബയാൻ മാസിക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയിലുണ്ടായിരുന്നു. അൽബയാൻ മാസികയുടെ പത്രാധിപർ അദ്ദേഹമായിരുന്നു. അവയിൽ 4ാമത്തെ പ്രമേയം ഇപ്രകാരം വായിക്കാം. ചോറ്റൂർ കൈക്കാർ, കൊണ്ടോട്ടി കൈക്കാർ, ഖാദിയാനികൾ, വഹാബികൾ മുതലായവരുടെ ദുർവിശ്വാസ നടപടികൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ സുന്ദര വിശ്വാസ നടപടികളോട് കേവലം മാറാക്ക കൊണ്ട്, പഴയ ഭാഷയാണ്, അവരുടെ വിശ്വാസ നടപടികളോട് പിന്തുടരലും അവരോടുള്ള കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുന്നു. അതായത് ചേറ്റൂർ കൈക്കാർ, കൊണ്ടോട്ടി കൈക്കാർ, ഖാദിയാനികൾ, വഹാബികൾ തുടങ്ങിയവരെ പിന്തുടരാൻ സുന്നി വിശ്വാസികൾക്ക് പാടില്ല എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അതിനുശേഷം പറയുന്നുണ്ട്, സ്ത്രീകളുടെ കയ്യെഴുത്ത് കറാഹത്താണെന്നും സ്ത്രീകൾ പർദ്ദയില്ലാതെ പുറത്തിറങ്ങാൻ പാടില്ലെന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്ന സാരിത ആക്ട് പിൻവലിക്കണമെന്നും പ്രസ്തുത പ്രമേയങ്ങളിലെ മറ്റു ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രമേയങ്ങളുടെ അവതാരകൻ, അധ്യക്ഷനും അനുവാദകനും കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാരും ആയിരുന്നു. അതായത് കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാറാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. ഇനി ആരൊക്കെയാണ് ഈ പ്രമേയത്തിൻ്റെ തീരുമാനങ്ങളിൽ ഒപ്പുവെച്ചത് നമുക്ക് നോക്കാം.
ഈ സ്ത്രീകളുടെ എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീട് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈത്തമി റളിയല്ലാഹു അൻഹുവിൻ്റെ ചില ഫത്വയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചില ചർച്ചകളൊക്കെ വരുന്നുണ്ട്. അത് മുഴുവൻ വായിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഈ പ്രമേയങ്ങളൊക്കെ തീരുമാനിച്ച അവസാനം അത് ഒപ്പുവെച്ചത് ബഹുമാനപ്പെട്ട അല്ലാമ ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തി, അല്ലാമ ഷംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, അല്ലാമ പാനായിക്കുളം പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മൗലാന കെ സ്വതക്കത്തുള്ള മുസ്ലിയാർ, മൗലാന കരുവാരക്കുണ്ട് മൊയ്തീൻ മുസ്ലിയാർ, മൗലാന താഴേക്കോട് കുഞ്ഞലവി മുസ്ലിയാർ, മൗലാന കുന്നപ്പള്ളി കെ ഹൈദർ മുസ്ലിയാർ, മൗലാന പട്ടിക്കാട് അമാനത്ത് ഹസൻ മുസ്ലിയാർ എന്നിവരാണ് തീരുമാനത്തിൽ ഒപ്പിട്ടതെങ്കിലും ഒട്ടനവധി ആലിമീങ്ങൾ അവിടെ സമ്മേളിക്കുകയുണ്ടായി. ഒട്ടനവധി ആലിമീങ്ങൾ അവിടെ സമ്മേളിക്കുകയുണ്ടായി. ആലിമീങ്ങൾ മുഴുവൻ ആ പ്രമേയത്തെ അംഗീകരിച്ചവരാണ്. അപ്പോൾ ഇതാണ് ആ പ്രമേയത്തിലുണ്ടായ സംഭവങ്ങൾ. ബഹുമാനപ്പെട്ട എം എ ഉസ്താദിൻ്റെ പുസ്തകത്തിൽ അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രമേയത്തെയാണ് ഇവർ നിരുപാധികം തള്ളിയെന്ന് മാത്രമല്ല, സമസ്തയുടെ ആലിമീങ്ങൾക്ക് വലിയ പാളിച്ചയാണ് സംഭവിച്ചത്, വലിയ പിഴവാണ് സംഭവിച്ചതെന്ന് ഈ ചോട്ട മൗലവിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ സ്ത്രീകളുടെ കയ്യെഴുത്തുമായി ബന്ധപ്പെട്ട കാര്യം, അതൊരിക്കലും കാലാകാലം നിലനിൽക്കുന്നതല്ല. അത് ഏതുപോലെയാണ്? ഒരു ഉദാഹരണത്തിന്, നമ്മൾ കൊറോണ കാലം വന്നപ്പോൾ കൈ കഴുകാനും മാസ്ക് ഇടാനും നമ്മുടെ പണ്ഡിതന്മാരടക്കം പറഞ്ഞിട്ടുണ്ട്. അത് പല സംഘടനകളും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ചില തീരുമാനങ്ങളുണ്ടാവും. കാലഘട്ടത്തിനനുസരിച്ചുള്ള ചില തീരുമാനങ്ങളാണ്. അത് എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതല്ല. അത് ഇസ്ലാമികമായിട്ടുള്ള മസ്അലകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു തീരുമാനമായിരുന്നു എന്ത്? സ്ത്രീകൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന്. അത് അന്നത്തെ കാലത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു തീരുമാനമാണ്. അത് പണ്ഡിതന്മാരോട് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അത് ബോധ്യപ്പെടും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവരെന്ത് പറയുന്നത്? ഈ കൊണ്ടോട്ടി കൈക്കാർക്കെതിരെ എടുത്ത പ്രമേയം തെറ്റാണെന്ന് കാണിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. നിലവിലെ ആധുനിക പണ്ഡിതന്മാരെ എതിർത്തുകൊണ്ട് തുടങ്ങിയ ഇവർ വലിയ മഹാന്മാരായ ഔലിയാക്കളായ, ജീവിതത്തിൽ അങ്ങേയറ്റം സൂക്ഷ്മത പാലിച്ച സമസ്തയുടെ സ്ഥാപക ആലിമീങ്ങൾക്കെതിരെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിനെതിരെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ കൊണ്ട് ഇവരുടെ പിന്നാലെ കൂടിയ ആളുകളുണ്ടെങ്കിൽ, ഇവരുടെ വാക്ക് വിശ്വസിച്ച് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവർ വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, വലിയ പിഴവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷിയാക്കളുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലും സംശയിച്ചു പോവുകയാണ്. ഏതായാലും അറിയാതെ ഇവരുടെ വാക്കുകളിൽ പെട്ട് ഇവരുടെ പിന്നാലെ കൂടേണ്ട എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.